ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ബൈവേരിയേറ്റ് MGF ആണ്. അതായത് ബൈവേരിയേറ്റ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. കഴിഞ്ഞ സെമസ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന്. ഇപ്പോൾ രണ്ട് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ x1 ആൻഡ് x2 ഉണ്ടെങ്കിൽ അതിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അതിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ MGF ആണ് ബൈവേരിയേറ്റ് MGF എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ബൈവേരിയേറ്റ് MGF ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മൾ നേരത്തെ MGFൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും, ആൻഡ് ദിസ് എക്സ്പെക്ടേഷൻ പാർട്ട് എക്സിസ്റ്റ് ഫോർ മോഡ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു H1 ആൻഡ് മോഡ് T2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു H2. Then we write mxy of T1 T2 equal to expectation of e raised to T1x plus T2y is the MGF of the joint distribution of x and y, or this is the bivariate MGF of x and y. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബൈവേരിയേറ്റ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് അതിൻ്റെ മൊമെൻറ്റ്സ് ഇപ്പം എക്സിൻ്റെയും വൈയുടെയും കൂടെ ഒന്നിച്ചുള്ള ഫങ്ഷൻസ് എക്സ്പെക്റ്റേഷൻസ് ആണ് നമുക്ക് കാണുന്നതെങ്കിൽ ഈ ഒരു ഫങ്ഷനിൽ ബൈവേരിയേറ്റ് MGF ഉപയോഗിച്ചിട്ട് നമുക്ക് മൊമെൻറ്റ്സ് കാണാൻ പറ്റും, വേരിയൻസ് കാണാൻ പറ്റും, കൊവേരിയൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എക്സ് റേസ് ടു ആർ ഇൻറ്റു വൈ റേസ് ടു എസിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതിനെ നമ്മൾ പ്രൊഡക്റ്റ് മൊമെൻ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ആർ എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആകാം? ഗ്രേറ്റർ ദാൻ 0, 0 തൊട്ട് എന്ത് വാല്യൂ ആകാം, 0യ്ക്ക് മുകളിലുള്ള എന്ത് വാല്യൂ ആകാം. എസ് എന്ന് പറയുന്നതും 0യ്ക്ക് മുകളിലുള്ള എന്ത് വാല്യൂ ആകാം, 1 തൊട്ടുള്ള ഏത് വാല്യൂ ആകാം. സോ XY ആകാം, x2y ആകാം, xy2 ആകാം, x2y2 ആകാം, അങ്ങനെ എന്തും ആകാം. ഇത് 0 വരണം. സോ അതിൻ്റെ പ്രൊഡക്റ്റ് മൊമെൻ്റ് കാണാൻ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ വൈ റേസ് ടു എസ് കിട്ടും. അപ്പം ഇതേ ഫോമിൽ നമ്മൾ MGFൽ നിന്ന് ആർത്ത് മൊമെൻറ്റ് കാണാനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിരുന്നു അല്ലേ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ വൈ റേസ് ടു എസ് കാണാം വിത്ത് കണ്ടീഷൻ T1 ഈക്വൽ ടു 0, T2 ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ മാത്രം മൊമെൻറ്റ്സ് കാണാം, വൈയുടെ മാത്രം മൊമെൻറ്റ്സ് കാണാം. അതെങ്ങനെയാണ്? mxy ഓഫ് T1 0, അതായത് T2ൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു T1x എന്ന് പറയുന്നത് എക്സിൻ്റെ മാത്രമായിട്ടുള്ള മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. അപ്പം mxy ഓഫ് T1 0യിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ MGFും കറസ്പോണ്ടിങ് അതിൻ്റെ മൊമെൻറ്റ്സും നമുക്ക് കിട്ടും. അപ്പം വൈയുടെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വൈയുടെ MGF കിട്ടാൻ mxy ഓഫ് 0 T2 ചെയ്താൽ മതി. വൈയുടെ MGF കിട്ടും, അതിൽ നിന്ന് നമുക്ക് വൈയുടെ മൊമെൻറ്റ്സും കിട്ടും. ഇനി MGFൽ നിന്ന് നമുക്ക് കിട്ടുന്നത് രണ്ട് റാൻഡം വേരിയബിൾസ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ബൈവേരിയേറ്റ് MGFൽ നിന്ന് നമുക്ക് കിട്ടും. സോ എന്താണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ? Two random variables x and y are independent. We write x independent of y. If and only if. If and only if ൻ്റെ സിമ്പിളാണ് ഇട്ടിരിക്കുന്നത്. If and only if എന്താണ്? The bivariate MGF is the product of the MGFs of x and y. അതായത് mxy of T1 T2 equal to mx of T1 into my of T2 എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ x ഇൻഡിപെൻഡൻ്റ് ഓഫ് y ആണ്. അതിൻ്റെ പ്രൂഫ് വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രൂഫ് നോക്കുക. എങ്ങനെയാണ് പ്രൂഫ് വന്നിരിക്കുന്നത്? ബൈവേരിയേറ്റ് MGFൻ്റെ എഴുതി. അപ്പം സഫിഷ്യൻ്റ് പാർട്ടും നെസസറി പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ബൈവേരിയേറ്റ് MGF ആദ്യമേ നമുക്ക് എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ ആണ് എന്ന് കൺസിഡർ ചെയ്യാം. നെസസറി പാർട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? mxy ഓഫ് T1 T2 ഈക്വൽ ടു mx ഓഫ് T1 ഇൻറ്റു mx ഓഫ് T2 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം mxy ഓഫ് T1 T2 ബൈ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം?
എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു t1x1 പ്ലസ് t1x പ്ലസ് t2y എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ ഇ റേസ് ടു t1x പ്ലസ് t2y ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് വൈ ആണ് ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണെങ്കിൽ നമുക്കറിയാം ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനെ എങ്ങനെ എഴുതാം, മാർജിനൽ ഡെൻസിറ്റീസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ ആണ്. ഇപ്പം എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണെങ്കിൽ മാത്രം. സോ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എഴുതാം. ഇനി എന്ത് ചെയ്യാം, ഇ റേസ് ടു t1x പ്ലസ് t2y എങ്ങനെ എഴുതാം, ഇ റേസ് ടു t1x ഇൻറ്റു ഇ റേസ് ടു t2y. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇൻ്റഗ്രേഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഇത് നോക്കിക്കേ, ഇൻ്റഗ്രേഷൻ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് കൊണ്ട് we can write integral x e raised to t1x f of x dx as mx of t1 and the next as my of t2. അപ്പോൾ എന്ത് കിട്ടി, if x independent of y then mxy of t1 t2 equal to mx of t1 into my of t2 എന്ന് കിട്ടി. ഇനി നമുക്ക് സഫിഷ്യൻസി പാർട്ട് പ്രൂവ് ചെയ്യാം. അതിനെന്ത് ചെയ്താൽ മതി, if let consider mxy of t1 t2 equal to mx t1 into my t1, then we have to prove that x is independent of y. So നമ്മൾ അസ്യൂം ചെയ്യുവാണ് ബൈവേരിയേറ്റ് MGF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി MGFs ഓഫ് എക്സ് ആൻഡ് വൈ. സോ എന്ന് വെച്ചാൽ എന്താണ്, ബൈവേരിയേറ്റ് MGFൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും ഡെഫിനിഷനായിട്ട് നമ്മൾ എഴുതി. സോ റൈറ്റ് സൈഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതിനെ integral over x integral over y e raised to t1x plus t2y into f1 of x into f2 of y dy dx എന്ന് എഴുതാൻ പറ്റും. സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു f1 of x into f2 of y which implies x is independent of y. സോ നമ്മൾ പ്രൂഫ് കഴിഞ്ഞു. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ബൈവേരിയേറ്റ് MGFൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പം ഇതാണ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. ഇത് പ്രൂഫ് ഉൾപ്പെടെ പഠിച്ചു വയ്ക്കാം. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം 1.30 പറഞ്ഞിട്ടുണ്ട്. ഒരു ജോയിൻറ്റ് PDF തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബൈവേരിയേറ്റ് MGF കണ്ടുപിടിച്ച് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ, mxy ഓഫ് t1 t2 കണ്ടുപിടിച്ചു. mxy ഓഫ് t1 0 കണ്ടുപിടിക്കുമ്പം എക്സിൻ്റെ MGF കിട്ടും. mxy ഓഫ് 0 t2 കണ്ടുപിടിക്കുമ്പം വൈയുടെ MGF കിട്ടും. സോ അതിൻ്റെ പ്രോഡക്റ്റ് ബൈവേരിയേറ്റ് MGFന് ഈക്വൽ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ആ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പം MGF പോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പം നമ്മൾ കണ്ടു മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചില റാൻഡം വേരിയബിൾസിന്, ചില ഡിസ്ട്രിബ്യൂഷൻസിനൊന്നും മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല അല്ലെ. അതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പക്ഷേ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊരു ഡിസ്ട്രിബ്യൂഷനും എക്സിസ്റ്റ് ചെയ്യും. അപ്പം എല്ലാത്തരം ഡിസ്ട്രിബ്യൂഷനും റാൻഡം വേരിയബിളിനും എക്സിസ്റ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് നമ്മൾ MGFനെക്കാട്ടിലും കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എക്സ് ഓഫ് ടി എന്നാണ്. മറ്റടുത്ത് എം ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഫൈ ആണ് ഉപയോഗിക്കുക. ഓക്കെ, സ്മോൾ ലെറ്റർ ഫൈ. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുക, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ്. MGF എന്തായിരുന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഇവിടെ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ്. ഐ എന്താണ്, ഐ ഈസ് ദ കോംപ്ലക്സ് നമ്പർ റൂട്ട് ഓഫ് -1. സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുക. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക. ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് വേർ ഐ ഈക്വൽ ടു root of -1 is existing for all distributions, and this expectation is denoted by phi x of t and called a characteristic function of the random variable x. Okay, ഇനി നമുക്ക് കാണാനുള്ളത്
ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൊമെൻറ്റ്സ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെയിം മെത്തേഡ്സ് തന്നെയാണ് ഉപയോഗിക്കുക. MGFൽ ചെയ്ത അതേ മെത്തേഡ്സ് ആണ്. പക്ഷേ അതിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കുമ്പം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ I എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് നമ്പറും കൂടെ വരുന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് മെത്തേഡ് നോക്കിയേ. rth റോ മൊമെൻറ്റ് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് IT raised to r by r factorial. MGFൽ എന്തായിരുന്നു? T raised to r by r factorialൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരുന്നു. ഇവിടെ IT whole raised to r by r factorialൻ്റെ. അന്നേരം പ്രോബ്ലത്തിൽ നിന്നൊക്കെ അത് കണ്ടുപിടിക്കുമ്പം നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരും. കാരണം I² എന്താണ്? I² എന്ന് പറയുമ്പോൾ -1 ആണ് വരിക. അപ്പോൾ നെഗറ്റീവ് പാർട്ടും കൂടെ കൂട്ടിയുള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് rth റോ മൊമെൻറ്റ് കിട്ടുക. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ച്, ഡിഫറൻഷിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് μr' എന്താണ്? 1/i raised to r into d raised to r phi x of t by dt raised to r at t equal to 0. മുമ്പേ ചെയ്ത പോലെ തന്നെ rth ഡെറിവേറ്റീവ് എടുത്ത് t equal to 0 എടുത്ത് അതിനെ 1/i raised to r കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് μr' ഇവിടെ കിട്ടുക. MGFൽ നമുക്ക് 1/i raised to r വേണ്ടിയിരുന്നില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ഓർത്തിരിക്കുക. അപ്പം ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട സെയിം പ്രൂഫ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് പ്രൂഫ്. I എന്ന് പറയുന്ന ഒരു ടേം എക്സ്ട്രാ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് പ്രൂഫ് വന്നിരിക്കുന്നത് എന്ന് നോക്കുക. എളുപ്പമാണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ളൊരു എക്സാമ്പിൾ പ്രോബ്ലം 1.31 ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്ന് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അപ്പം 1.31 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? നമ്മുടെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ടിയുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ phi x of 0, അതായത് ടിക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കണം. സോ phi x of 0 എന്ന് പറയുന്നത് 1 ആണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് <= 1 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത് നോക്കുക. ഈ റേസ് ടു ITXന് പകരം cos TX പ്ലസ് I sin TX എടുത്ത് മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ എന്ത് വരും? 1 വരും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പം ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി എന്താണ്? If x independent of y, then phi x plus y of t equal to phi x of t into phi y of t. ഇത് നമ്മൾ MGFൻ്റെ കേസിലും കണ്ടതാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബൈവേരിയേറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ല ഇത്, അല്ലേ? എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ സം, ആ സം റാൻഡം വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ബൈവേരിയേറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ല കൺസിഡർ ചെയ്യുന്നത്, എക്സ് പ്ലസ് വൈ എന്ന റാൻഡം വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ്. അപ്പം ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നെസസറി കണ്ടീഷൻ മാത്രമാണ് നമുക്ക് തേർഡ് പ്രോപ്പർട്ടിയിൽ കിട്ടുന്നത്. അപ്പം ഇത് MGFലും ഉണ്ട് സെയിം പ്രോപ്പർട്ടി. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. എങ്ങനെയാണെന്ന് നോക്കുക. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്. phi x at minus t എന്ന് പറയുന്നത് phi x at tയുടെ കോൺജുഗേറ്റ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. phi x of tയും phi x of minus tയും കോൺജുഗേറ്റ് ഫങ്ഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം phi x of minus t equal to phi x of t bar. സോ ഇത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ അടുത്ത പ്രോപ്പർട്ടി നോക്കിക്കേ. ഇത് നമ്മൾ MGFൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്ത പ്രോപ്പർട്ടി തന്നെയാണ്. AX പ്ലസ് ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻IBt ഇൻറ്റു phi x of AT. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് MGFൻ്റെ കേസിൽ. അതെങ്ങനെയാണ് ഇവിടെ വരിക എന്നുള്ളത് നോക്കുക.
ഇനി ആറാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ടിൽ നോക്കുക, ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ സിമ്മട്രിക് എബൌട്ട് 0 ആണെങ്കിൽ ദെൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വേണമെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ ആകാം അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് ആണ്, അപ്പോൾ അത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആകാം. പക്ഷേ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 0യിൽ സിമ്മട്രിക് ആണെങ്കിൽ ദെൻ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ റിയൽ വാല്യൂടെ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രൂഫ് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ഇവിടെയും ഇതേപോലെ തന്നെ യുണീക്നെസ് തിയറം ഉണ്ട്. അതായത് രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ സെയിം ആണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. രണ്ടിനും സെയിം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. എട്ടാമത്തെ പ്രോപ്പർട്ടിയായ കണ്ടിന്യൂറ്റി തിയറത്തിൽ പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് എഫ് എൻ ഓഫ് ടി കൺവെർജസ് ടു എഫ് ഓഫ് ടി ആകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈ എൻ ഓഫ് ടി ഫൈയിലേക്ക് കൺവെർജ് ആവണം. സോ അത് നിങ്ങൾ വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യുമുലൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എത്രയേ ഉള്ളൂ, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ലോഗരിതമാണ് ക്യുമുലൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പം നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ബോക്സിനുള്ളിലുള്ള പേജ് നമ്പർ 55 ബോക്സിനുള്ളിലുള്ള ഡെഫിനിഷൻ മാത്രം ഒന്ന് നോക്കി വയ്ക്കുക. ചിലപ്പോൾ നിങ്ങളോട് ഡിഫൈൻ ക്യുമുലൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ മാത്രം നമുക്കത് ഓർത്തിരിക്കാനായിട്ട്. സോ ഇത്രയുള്ള എം ജി എഫിൻ്റെ ലോഗരിതമാണ് ക്യുമുലൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ CGF എന്ന് പറയുക. അപ്പം നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷനും കണ്ടീഷണൽ വേരിയൻസുമാണ്. അപ്പോൾ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് കണ്ടീഷണൽ PDF എന്താണെന്ന് നോക്കാം. എന്താണ്? നമുക്ക് എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്. അപ്പം അവിടെ ഒരു y എന്ന് പറയുന്നത് നമുക്കൊരു ഗിവൺ വാല്യൂ ഉണ്ടെങ്കിൽ എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. y ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്താണ്? ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ F2 ഓഫ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എക്സിൻ്റെ വൈൻ്റെയും ജോയിൻറ്റ് PDF. F2 ഓഫ് വൈ എന്താണ്? വൈയുടെ മാർജിനൽ PDF. അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? കണ്ടീഷണൽ PDF എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ കണ്ടീഷണൽ PDF നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷനും പിന്നെ കണ്ടീഷണൽ മീൻ, കണ്ടീഷണൽ വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കും. അപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. y എന്ന് പറയുന്ന ഒരു ഗിവൺ വാല്യൂ ഉണ്ടെങ്കിൽ ദെൻ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ y, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ y ഈക്വൽ ടു സ്മോൾ y എന്ന് പറയുന്നത് എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ, എഫ് ഓഫ് എക്സ് ഗിവൺ വൈ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഓക്കെ, dx. അപ്പം ഇതാണ് കണ്ടീഷണൽ മീനിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാം. എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ കാണാൻ ആദ്യമേ കണ്ടീഷണൽ PDF എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ആണ്. സോ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈയുടെ സമ്മേഷനോ ഇൻ്റഗ്രേഷനോ കണ്ടുപിടിക്കുക. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ ആണെങ്കിലോ ഇൻ്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ dx, അല്ലെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. ഇനി ഇത് നേരെ തിരിച്ച് എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, y ഗിവൺ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. y ഗിവൺ എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? സമ്മേഷൻ ഓവർ y ഇൻറ്റു എഫ് ഓഫ് y ഗിവൺ എക്സ്. അവിടെ എന്താണ്? കണ്ടീഷണൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് y ഗിവൺ എക്സിൻ്റെ ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ y ഇൻറ്റു എഫ് ഓഫ് y ഗിവൺ എക്സ് dy. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വേരിയൻസ് എക്സിൻ്റെ വേരിയൻസ് കാണാൻ എന്താ ചെയ്യുക? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? കണ്ടീഷണൽ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു സ്മോൾ വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ ഈക്വൽ ടു സ്മോൾ വൈ മൈനസ്
എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു സ്മോൾ വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് കണ്ടീഷണൽ വേരിയൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ആദ്യമേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ കണ്ടുപിടിക്കണം, പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ കണ്ടുപിടിക്കണം, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കണ്ടീഷണൽ വേരിയൻസും കിട്ടും. കണ്ടീഷണൽ എക്സ്പെക്ടേഷനും കണ്ടീഷണൽ വേരിയൻസും കാണാനുള്ള പ്രോബ്ലംസ് 1.32 തൊട്ട് 1.45 വരെ കിടപ്പുണ്ട്. അപ്പം ഒരു 10-15 അടുത്ത പ്രോബ്ലംസ് ഉണ്ട്. ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പം ഈ ചാപ്റ്ററിലുള്ള 45 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയിരിക്കണം. ഓക്കെ, എല്ലാം വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസ് ആണ്. ചെയ്ത് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ചെയ്ത് നോക്കി. ഈ ചാപ്റ്റർ നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും പ്രോബ്ലം ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയുക, ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.